സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 16. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാം അധ്യായം. രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ചരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ. അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തരോത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിന് എതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കേമോശിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജത്വം നിങ്കിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. എങ്കിലും നിന്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല. എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും. എങ്കിലും രാജത്വം മുഴുവനും പറിച്ചു കളയാതെ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും. യഹോവ ഏദോമനായ ഹദദ് എന്ന ഒരു പ്രതിയോഗിയെ ശലോമോന്റെ നേരെ എഴുന്നേൽപ്പിച്ചു. അവൻ ഏദോം രാജസന്തതിയിൽ ഉള്ളവൻ ആയിരുന്നു. ദാവീദ് ഏദോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യോവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ചെന്ന് ഏദോമിലെ പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിച്ചപ്പോൾ ഏദോമിലെ പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിക്കുവോളം യോവാബും എല്ലാ ഇസ്രായേലും അവിടെ 6 മാസം പാർത്തിരുന്നു. ഹദദ് എന്നവൻ തന്റെ അപ്പന്റെ ഭൃത്യന്മാരിൽ ചില ഏദോമ്യരുമായി മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഹദദ് അന്ന് പൈതൽ ആയിരുന്നു. അവർ മിദ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാരാനിൽ എത്തി. പാരാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്രൈം രാജാവായ ഫറവോന്റെ അടുക്കൽ ചെന്നു. അവൻ അവന് ഒരു വീട് കൊടുത്തു, ആഹാരം കൽപ്പിച്ച് ഒരു ദേശവും കൊടുത്തു. ഫറവോന് ഹദദിനോട് വളരെ ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവൻ തന്റെ ഭാര്യയായ തഹ്പേനേസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു. തഹ്പേനേസിന്റെ സഹോദരി അവന് ഗനൂബത്ത് എന്നൊരു മകനെ പ്രസവിച്ചു. അവനെ തഹ്പേനേസ് മുലകുടി മാറ്റി ഫറവോന്റെ അരമനയിൽ വളർത്തി. അങ്ങനെ നെഗൂബത്ത് ഫറവോന്റെ അരമനയിൽ ഫറവോന്റെ പുത്രന്മാരോടുകൂടെ ആയിരുന്നു. ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചുവെന്നും സേനാധിപതിയായ യോവാബ് മരിച്ചുവെന്നും ഹദദ് മിസ്രൈമിൽ കേട്ടിട്ട് ഫറവോനോട്, ഞാൻ എന്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണം എന്ന് പറഞ്ഞു. ഫറവോൻ അവനോട്, നീ സ്വദേശത്തേക്ക് പോകുവാൻ താല്പര്യപ്പെടേണ്ടതിന് എന്റെ അടുക്കൽ നിനക്ക് എന്തു കുറവുള്ളൂ എന്ന് ചോദിച്ചു. അതിനവൻ, ഒന്നുമുണ്ടായിട്ടല്ല, എങ്കിലും എന്നെ ഒന്ന് അയക്കണം എന്ന് പറഞ്ഞു. ദൈവം അവനെ നേരെ എലിയാദാവിന്റെ മകനായ രേസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു. അവൻ സോബാ രാജാവായ ഹദദേസർ എന്ന തന്റെ യജമാനെ വിട്ട് ഓടിപ്പോയിരുന്നു. ദാവീദ് സോബാക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ കൂട്ടത്തിന് നായകനായി തീർന്നു. അവർ ദമശ്ശേക്കിൽ ചെന്ന് അവിടെ പാർത്ത് ദമശ്ശേക്കിൽ വാണു. ഹദദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമോന്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് പ്രതിയോഗി ആയിരുന്നു. അവൻ ഇസ്രായേലിനെ വെറുത്ത്
അരാമയിൽ രാജാവായി വാണു. സെരേദയിൽ നിന്നുള്ള എഫ്രൈമനായ നേബാത്തിന്റെ മകൻ യൊരോബെയാം എന്ന ശലോമോന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു. അവന്റെ അമ്മ സെരൂയ എന്നു പേരുള്ള ഒരു വിധവയായിരുന്നു. അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള കാരണം എന്തെന്നാൽ ശലോമോൻ മില്ലോ പണിതു തന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിന്റെ അറ്റകുറ്റം തീർത്തു. എന്നാൽ യൊരോബെയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു. ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ശലോമോൻ യോസഫ് ഗൃഹത്തിന്റെ കാര്യാദികളൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു. ആ കാലത്തൊരിക്കൽ യൊരോബെയാം യെരുശലേമിൽ നിന്ന് വരുമ്പോൾ ശീലോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു. അവൻ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു. അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് 12 ഖണ്ഡമായി കീറി യൊരോബെയാമിനോട് പറഞ്ഞത് എന്തെന്നാൽ, 10 ഖണ്ഡം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ രാജത്വം ശലോമന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. എന്നാൽ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരുശലേം നഗര നിമിത്തവും 1 ഗോത്രം അവന് ഇരിക്കും. അവർ എന്നെ ഉപേക്ഷിച്ച് സീദോന്യ ദേവിയായ അസ്തരോത്തിനെയും മോവാബ് ദേവനായ കേമോശിനെയും അമ്മോന്യ ദേവനായ മിൽക്കോമിനെയും നമസ്കരിക്കുകയും അവന്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എന്റെ വഴികളിൽ നടക്കാതെ ഇരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ. എന്നാൽ രാജത്വം മുഴുവനും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് എടുക്കുകയില്ല. ഞാൻ തിരഞ്ഞെടുത്തവനും എന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എന്റെ ദാസൻ ദാവീദ് നിമിത്തം ഞാൻ അവനെ അവന്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വെച്ചേക്കും. എങ്കിലും അവന്റെ മകന്റെ കയ്യിൽ നിന്ന് ഞാൻ രാജത്വം എടുത്ത് നിനക്ക് തരും. 10 ഗോത്രങ്ങളിൽ തന്നെ. എന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യെരുശലേം നഗരത്തിൽ എന്റെ മുമ്പാകെ എന്റെ ദാസനായ ദാവീദിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കത്തക്കവണ്ണം ഞാൻ അവന്റെ മകന് 1 ഗോത്രത്തെ കൊടുക്കും. നീയോ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും വാണ് ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ട് എന്റെ വഴികളിൽ നടന്ന് എന്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ ദാവീദിന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായൊരു ഗൃഹം പണിത് ഇസ്രായേലിനെ നിനക്ക് തരും. ദാവീദിന്റെ സന്തതിയെയോ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും, സദാകാലത്തേക്കല്ലതാനും. അതുകൊണ്ട് ശലോമോൻ യൊരോബെയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ യൊരോബെയാം എഴുന്നേറ്റ് മിസ്രൈമിൽ ശീശക് എന്ന മിസ്രൈം രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. ശലോമോന്റെ മരണം വരെ അവൻ മിസ്രൈമിൽ ആയിരുന്നു. ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ശലോമോന്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ശലോമോൻ യെരുശലേമിൽ എല്ലാ ഇസ്രായേലിലെയും വാണകാലം 40 സംവത്സരം ആയിരുന്നു. ശലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ രഹബെയാം അവന് പകരം രാജാവായി. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാ ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യെഹോയാക്കീമിന്റെ മകനായ കൊന്യാവിന് പകരം യോശിയാവിന്റെ മകനായ സിദക്കിയാവ് രാജാവായി. അവനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദാ ദേശത്ത് രാജാവാക്കിയിരുന്നു. എന്നാൽ അവനാകട്ടെ അവന്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ കൽപ്പിച്ച വചനങ്ങളെ കേട്ടനുസരിച്ചില്ല. സിദക്കിയ രാജാവ് ശെലെമ്യാവിന്റെ മകനായ യെഹൂഖലിനെയും മയസ്യാവിന്റെ മകനായ സഫന്യാ പുരോഹിതനെയും യിരെമ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണം എന്ന് പറയിച്ചു. യിരെമ്യാവിനോ ജനത്തിന്റെ ഇടയിൽ വരുത്തുപോക്കുണ്ടായിരുന്നു. അവനെ തടവിലാക്കിയിരുന്നില്ല. ഫറവോന്റെ സൈന്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യെരുശലേമിനെ നിരോധിച്ചു പാർത്ത കൽദയർ കേട്ടപ്പോൾ അവർ യെരുശലേമിനെ വിട്ടുപോയി. അന്ന് യിരെമ്യാ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എന്റെ അടുക്കൽ അയച്ച യഹൂദാ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകും. കൽദയരോ മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ വെച്ച് ചുട്ടുകളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
കൽദേർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടുപോകും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അവർ വിട്ടുപോകുകയില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദേരുടെ സർവ്വസൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയും. ഫറവോന്റെ സൈന്യം നിമിത്തം കൽദേരുടെ സൈന്യം യെരുശലേമിലെ വിട്ടുപോയപ്പോൾ യിരെമ്യാവ് ബെന്യാമിൻ ദേശത്ത് ചെന്ന് സ്വജനത്തിന്റെ ഇടയിൽ തന്റെ ഓഹരി വാങ്ങുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവൻ ബെന്യാമിൻ വാതിൽക്കൽ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിന്റെ മകനായ ശെലെമ്യാവിന്റെ മകൻ ഈരിയാവ് എന്നു പേരുള്ളവൻ യിരെമ്യാ പ്രവാചകനെ പിടിച്ച്, നീ കൽദേരുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ്, അത് നേരല്ല, ഞാൻ കൽദേരുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു. ഈരിയാവ് അത് കൂട്ടാക്കാതെ യിരെമ്യാവെ പിടിച്ച് പ്രഭുക്കന്മാരെ അടുക്കൽ കൊണ്ടുചെന്നു. പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ച് അവനെ അടിച്ചു. രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗൃഹമാക്കിയിരുന്നു. അങ്ങനെ യിരെമ്യാവ് കുണ്ടറയിലെ നിലവറകളിലായി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. അനന്തരം സിദെക്കീയ രാജാവ് ആളയച്ച് അവനെ വരുത്തി. യഹോവയെങ്കിൽ നിന്ന് വല്ല അരുളപ്പാടും ഉണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു. അതിന് യിരെമ്യാവ്, ഉണ്ട്, നീ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ യിരെമ്യാവ് സിദെക്കീയ രാജാവിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ കാരാഗൃഹത്തിൽ ആക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്തു കുറ്റം ചെയ്തു? ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിന്റെ നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ? ആകാൽ യജമാനായ രാജാവേ, കേൾക്കണമേ, എന്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതിരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ. അപ്പോൾ സിദെക്കീയ രാജാവ് യിരെമ്യാവെ കാവൽപ്പുരമുറ്റത്ത് ഏൽപ്പിപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതെയാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു. അങ്ങനെ യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ത്ഫാഗയിലും ബഥാനിയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടക്കുന്നവർ, ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 കൂടെ ബഥാനിയിലേക്ക് പോയി. പിറ്റേന്നാൾ അവർ ബഥാനി വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു. സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ട് പോകും.
രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അവർ പിന്നെയും യെരുശലേമിൽ ചെന്നു. അവൻ ദേവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്ന്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നത് ആർ എന്നും അവനോട് ചോദിച്ചു. യേശു അവരോട്, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അതിന് ഉത്തരം പറവീൻ. എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയും. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത്? എന്നോട് ഉത്തരം പറവീൻ എന്ന് പറഞ്ഞു. അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ പറയും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ? എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു. അങ്ങനെ അവർ യേശുവിനോട്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.